അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. അൽഹംദുലില്ലാ, സൂറ ഫാത്തിൻ്റെ തഫ്സീറിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടായത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആയത്തെന്ന് പറയുന്നത് അർ റഹ്മാനിർ റഹീം. അതായത് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ പ്രത്യക്ഷ ശത്രു അവനെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെപ്പോഴും എന്നോട് അതിനുള്ള പ്രൊട്ടക്ഷൻ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് മാത്രമേ പറ്റൂ. അതാണ് ഔസു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതിനുശേഷം എല്ലാ കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്ത് കാര്യം തുടങ്ങുന്നുണ്ടെങ്കിലും എൻ്റെ നാമത്തിൽ നീ സ്റ്റാർട്ട് ചെയ്യുക. അതിനെന്തുണ്ട്, പ്രത്യേക ഒരു ബർക്കത്തുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അവിടെ നമ്മൾ റഹ്മാനെ കുറിച്ചിട്ടും റഹീമിനെ കുറിച്ചിട്ടും ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായില്ലേ. അത് കഴിഞ്ഞ ശേഷം ഒരുപാട് ബ്ലെസ്സിങ്സ് ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നീ എന്താക്കുക, ശുക്രുള്ളവരെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹംദ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ള രീതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ ആയത്തെന്ന് പറയുന്നത് റഹ്മാനിർ റഹീം. അതായത് നമുക്ക് ഈ റഹ്മാനെ കുറിച്ചിട്ടും റഹീമിനെ കുറിച്ചിട്ടും നമുക്ക് ഒന്നുകൂടി നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് മീനിങ് വരുന്ന സമയത്ത് പരമകാരുണികനും കരുണാനിധിയും. അതായത് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ മീനിങ്ങൊക്കെ ഫാത്തിഹേൻ്റെ മീനിങ്ങൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരായിരിക്കും, നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ വേണ്ടിയിട്ടും മദ്രസ പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ നമ്മൾ ഈ മലയാളത്തിൽ നോക്കുന്ന സമയത്ത് പരമകാരുണികനും കരുണാനിധിയും പറയുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഉണ്ടാക്കില്ല. അള്ളാൻ്റെ കാരുണ്യം അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ മനസ്സിലാക്കി വരുന്നുണ്ടല്ലേ. അൽഹംദുലില്ലാ. അപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അത് നമ്മുടെ ഹസ്ബൻഡ് ആവാം, അതേപോലെ തന്നെ നമ്മുടെ പാരൻസ് ആവാം. നമ്മളൊക്കെ എപ്പോൾ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ. അതേപോലെ നമ്മൾ കൂടെപ്പിറപ്പുകളായ സിബ്ലിങ്സ് ആവാം, അതേപോലെ നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെന്താവും അവരോട് പോയി പറയും. കാരണം നമ്മൾ വിചാരിക്കും നമ്മളൊരുപാട് സ്നേഹിക്കുന്നുണ്ട്, നമ്മളൊരുപാട് കെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കും. നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് പോയി പറയാം, അവർ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരുമെന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വിഷമം വരുന്ന സമയത്ത് അവരോട് പോയി പറഞ്ഞാൽ എല്ലാ സമയത്തും അവർക്ക് എന്താ പറയുക, നമ്മുടെ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായി നിൽക്കാൻ പറ്റണമെന്നില്ല. അവർ പറയും ഇതൊക്കെ എത്ര ചെറുതാണ്, എനിക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നമുണ്ട്, നീ ഇതിനായി ഈ ചെറിയ ചെറിയ കാര്യത്തിന് പിടിച്ചൊക്കെ ടെൻഷൻ അടിക്കുന്നത് വെച്ചാൽ ഒരിക്കലും നമുക്ക് അവിടെ നിന്നൊരു കംഫർട്ട് കിട്ടണമെന്നില്ല അല്ലേ. നമുക്ക് ചിലപ്പം വിഷമിക്കുന്ന കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ പീപ്പിൾസ് എന്ന് പറയുന്നത് ടെമ്പററിയാണ്. അവരെ നമുക്ക് ജീവിതത്തിൽ തന്നിട്ടുള്ളത് അഫ്കോഴ്സ് നമുക്ക് അവരിൽ നിന്ന് ഒരുപാട് ലവും കെയറൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ അങ്ങോട്ട് കൊടുക്കുമല്ലേ. നമ്മൾ സ്നേഹിക്കും, അവരെ ഒരുപാട് കെയർ ചെയ്യും, ഒരുപാട് അവർക്ക് സപ്പോർട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കും, കൊടുക്കും. പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവരൊക്കെ ഉപയോഗിച്ചിട്ട് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള ഒരു വഴി ഉണ്ടാക്കാൻ പറ്റുമല്ലേ. അതിനാണ് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും ഓരോ മനുഷ്യന്മാരെയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ടെമ്പററിയാണ്. അടുത്തൊരു ജീവിതത്തിൽ അവർക്ക് നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യാനോ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനോ ഒന്നിനും പറ്റില്ലല്ലേ. അതിന് പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താക്കുക, ആ റഹ്മാനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ റഹീമിനെ കണ്ടെത്താന്നുള്ളതാണല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിച്ചു. അല്ലാതെ ഇത്രയും നല്ലൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ട് നമുക്ക് ആ റഹ്മാനെ കാണാൻ പറ്റാതെ അഹങ്കരിച്ച് ജീവിച്ചുകൊണ്ട് ആ റഹ്മാനെ കണ്ടെത്താനും പറ്റിയിട്ടില്ല, ആ റഹീമിനെ നമുക്ക് കിട്ടിയിട്ടുമില്ല. പിന്നെ നമ്മൾ ശരിക്കും നഷ്ടക്കാരിൽപ്പെട്ടവർ തന്നെ ആയി മാറിയില്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അതേപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഈ റഹ്മാനോട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാമല്ലേ. ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിപ്പം കൈ ഉയർത്തി ചോദിക്കാം. എപ്പോൾ അതിനൊരു സ്പെസിഫിക് ടൈമോ സ്പെസിഫിക് പ്ലേസോ ഒന്നുമില്ലല്ലേ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൈ ഉയർത്തി ചോദിക്കാം. നമ്മുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മുടെ എന്തെങ്കിലും ആഗ്രഹമാണെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. കാരണം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന അത്രത്തോളം കഴിവുള്ള ഒരു റബ്ബിനോടാണ് നമ്മളിത് ചോദിക്കുന്നുള്ളതല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ റഹീമായ റബ്ബിൽ തവക്കുൽ കൊടുക്കുന്ന സമയത്ത്, ഈ റഹ്മാനും റഹീമുമായ റബ്ബിൽ നമ്മൾ തവക്കുൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഈ റബ്ബിനോട് നമ്മൾ ചോദിക്കുമല്ലേ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാനിങ്ങനെ ചോദിച്ചുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അതായത് എനിക്ക് ദീന് പഠിച്ചു വരുന്ന സമയത്ത് എൻ്റെ ചുറ്റുമുള്ള സിസ്റ്റേഴ്സ് ഇങ്ങനെ ദഅവ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കറിയാം എൻ്റെയിലുള്ള നോളേജ് എന്ന് പറയുന്നത് ഭയങ്കര ലിറ്റിൽ നോളേജ് എൻ്റെയിലുള്ളൂ, അതെനിക്കറിയാം. അപ്പോൾ എൻ്റെ ആ ഒരു നോളേജ് എന്ന് പറയുന്നത്, എൻ്റെ അറിവ് നീ വർദ്ധിപ്പിച്ച് തരണേ, അതേപോലെ തന്നെ എനിക്ക് ഖുർആൻ പഠിക്കാനുള്ള ഡിസയർ നീ കൂട്ടിത്തരണേ, എനിക്ക് ദഅവ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളെ ചുറ്റുള്ള, അതായത് നമുക്കൊന്ന് അള്ളാഹുമായിട്ട് അടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനം, ആ ഒരു പീസ് എന്ന് പറയുന്നത് അത് കണ്ടെത്താനാവാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന സിസ്റ്റേഴ്സ് നമുക്ക് ചുറ്റും കാണുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ
അവരിലേക്ക് ഈ ഒരു സംഭവം എത്തിച്ചു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുള്ള അറിവ് അവർക്കും കൂടി പകർന്നു കൊടുക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് അങ്ങേയറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അതിനുള്ള ഒരു കഴിവ് ഒരു സാഹചര്യം എൻ്റെ മുന്നിലില്ല, ഞാൻ സീറോ ആയിട്ടാണെന്നുള്ളത്. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, അതേ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനെന്താക്കി, ഈ റഹ്മാനായ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, എനിക്കിതുപോലൊരു ആഗ്രഹമുണ്ട്, എനിക്കതിനുള്ള സാഹചര്യം നീ ഉണ്ടാക്കി തരണേ അള്ളാ, ഹൈറായ രീതിയിലാക്കി തരണം എന്ന് പറഞ്ഞ് ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ ഓരോ സ്റ്റേജസിലും ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ റഹ്മാനായ റബ്ബ് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നു. മെല്ലെ മെല്ലെ അതിനെ പ്രാപ്തിയാക്കിയിട്ട് അതിനുള്ള സിറ്റുവേഷൻസൊക്കെ എനിക്ക് ഒരുക്കി തന്ന്, അതിനുള്ള കഴിവ് എനിക്ക് തന്ന്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അതിൻ്റേതായ സമയത്ത് തന്നെ ഈ റഹ്മാനായ റബ്ബ് എനിക്ക് എത്തിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ റഹ്മാനായ റബ്ബിനെ തന്നെയാണ്. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു സിറ്റുവേഷനൊക്കെ കിട്ടി. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുമല്ലേ. അതായത് എല്ലാ സമയത്തും എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ പോകണമെന്നില്ല. ചില സമയത്ത് നമുക്ക് ഭയങ്കര ഹെക്ടിക്കായിരിക്കും, ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് ടൈം നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, ഒരുപാട് എഫേർട്ടൊക്കെ നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും, ദുനിയാവിയായ തിങ്സൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലാസ് നോക്കുന്നവരാണെങ്കിലും അല്ലേ, നമ്മൾ പഠിക്കാനാണെങ്കിൽ നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്നതിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനുള്ള ടൈം നമ്മൾ കണ്ടെത്തുന്നുണ്ടല്ലോ, അതിനുള്ള ഒരു എഫേർട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തിരക്കിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഖുർആൻ പഠിക്കണം, ഇതിനൊരു ടൈം എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ. എന്തിനാണ് നമ്മൾ ഈ എഫേർട്ട് ഇടുന്നത്? നമുക്ക് റഹീമായ റബ്ബിനെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. അതായത് എൻ്റെ റഹ്മാനായ റബ്ബിനോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷൻസ് എനിക്ക് ഒരുക്കി തന്ന്, അതിനെന്നെ പ്രാപ്തിയാക്കി തന്നു. ഇനി എനിക്കൊരു കഷ്ടം വരുന്നുണ്ടെങ്കിൽ പോലും ഞാനതിൽ ടൈം കണ്ടെത്തുന്നതും അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എഫേർട്ട് ഇടുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ റഹീമായ റബ്ബിനെ കിട്ടണം അല്ലേ. കാരണം റഹ്മാനായ റബ്ബ് എന്ന് പറയുന്നത് ടെമ്പററിയാണ്, എക്സ്ട്രീമാണ്. ഇവിടെ നമുക്ക് അങ്ങേയറ്റം കിട്ടും, പക്ഷേ ഇവിടെ നിന്ന് മാത്രമേ കിട്ടൂ. അടുത്ത ലൈഫിലേക്ക് നമുക്ക് എപ്പോഴും പെർമനൻ്റായിട്ട് വേണ്ട റഹീമായ റബ്ബിനെയാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റണമല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ജേണിയിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നുള്ളത്. നമുക്കറിയാം മരണം കഴിഞ്ഞാൽ, അതായത് ആ ഒരു സമയത്താണ് നമ്മൾ ശരിക്കുള്ള റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുന്ന സമയത്താണ്. അതായത് നമ്മളിപ്പോൾ കൂടെയുള്ളവരാണെങ്കിൽ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സാഹചര്യത്തിലും നമ്മൾ കൂടെ നിൽക്കുന്നത് പറഞ്ഞാലും ഇവിടെ ഇനിയിപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അടുത്ത ഒരു ലൈഫിൽ ആരും ഉണ്ടാവില്ല നമ്മളോടൊപ്പം. നമ്മൾ ഒറ്റക്കാണ്. ഖബർ പോകുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെ നമ്മൾ ഒറ്റക്കാണല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു കൂട്ടായിട്ട് വരണമെങ്കിൽ ആ ഒരു കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ റബ്ബിനാണ്. അതായത് റഹീമായ റബ്ബിനെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഇത്രയും സുഖ സൗകര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ട് നമ്മൾ അതിലൊക്കെ ജീവിച്ച് പോകുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങേയറ്റം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ആ റഹീമായ റബ്ബിനെ, അതായത് റഹ്മാനും റഹീമായ റബ്ബിനെ നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും ശുക്ർ ചെയ്യാനും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ശരിക്കും നഷ്ടപ്പെട്ടവരായില്ലേ. പിന്നെ എന്തിനാ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കൂടി ഇല്ലാതായല്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. അതേപോലെ നമുക്ക് റഹ്മാനായ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് റഹീമായ റബ്ബിനെ കണ്ടെത്താനുള്ള തൗഫീഖ് അല്ലാഹ് നൽകട്ടെ. ആമീൻ. അപ്പം നമുക്കറിയാം ചില ആൾക്കാരെ വാക്കുകൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സമാധാനമാണ്. നമുക്ക് എന്തോ ഒരു നമ്മൾ ഒരുപാട് വേണ്ടാത്ത സിറ്റുവേഷൻസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരാളുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട്, നമ്മുടെ ഹാർട്ടിനൊരു കംഫോർട്ട് കിട്ടാറുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ചില ആൾക്കാരുടെ വാക്കെന്ന് പറയുന്നത് നമ്മൾ കുത്തി നോവിക്കാറുണ്ട് അല്ലേ, നമ്മളെ കഷ്ടങ്ങളാക്കി മാറ്റാൻ പറ്റാറുണ്ട്. അപ്പോൾ ഈ വാക്കുകൾക്ക് എന്തുണ്ട്? രണ്ട് എഫക്റ്റ് ഉണ്ട്. ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട്, നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. അള്ളാഹിൻ്റെ കലാമായ ഖുർആൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ് അതിൽ നിറഞ്ഞു കിടക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു പോസിറ്റീവായ വാക്ക്, ആ പോസിറ്റിവിറ്റീൻ്റെ ഒരു നിറകൂടെ നമ്മൾ മനസ്സിലാക്കാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് നമുക്ക് നമ്മൾ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സമാധാനം നമുക്ക് കിട്ടാം അല്ലേ. അപ്പോൾ ഈ ഖുർആൻ മനസ്സിലാക്കുക എന്നുള്ളതും അതിലൂടെ റഹ്മാനും റഹീമിനും മനസ്സിലാക്കിയിട്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളെടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മുന്നത്തെ ആയത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ ശുക്രുള്ളവരായിരിക്കുക എന്നുള്ളത്. എല്ലാ കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഹംദ് പറയുന്ന സമയത്ത് അതിനോടൊപ്പം ഈ റഹ്മാനായ റബ്ബിനെ ആലോചിക്കുക എന്നുള്ളതല്ലേ. അതായത് നമ്മൾ ഫുഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കിട്ടിയത് അൽഹംദുലില്ലാ, ഫുഡ് അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫുഡ് എത്തിയ വഴി അല്ലേ, എവിടെന്നോ ഒരു വിധിച്ചിട്ടുള്ള ആ ഒരു അരി നമ്മൾ ഇങ്ങോട്ടേക്ക് പല പല വഴിയിലൂടെ നമുക്ക് എത്തിച്ച് കിട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ റഹ്മാനായ റബ്ബിനെ നമുക്ക് അവിടെ ആലോചിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസിലും ഈ റഹ്മാനായ റബ്ബിനെ നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടിയൊരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു സമയം, ഇത് രാവിലെയോ ഇല്ലെങ്കിൽ വൈകുന്നേരമോ ഏതൊരു ടൈം എന്ന് പറയുന്നത് നമ്മളെല്ലാ ഒരു കാര്യങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഒരാകാശമൊക്കെ നോക്കിയിട്ട് കുറച്ച് ഇസ്തിഗ്ഫാറൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറുണ്ടല്ലോ, അതിൽ ഒരു കുറച്ച് ടൈമെങ്കിൽ പോലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ടോക്കിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹാർട്ടിന് തന്നെ ഒരു കംഫോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഒരു ചെറിയൊരു ടൈം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ആക്കാം. നമ്മുടെ ചുറ്റുമുള്ള
നേച്ചർ, അതേപോലെ തന്നെ ആകാശം, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഒരെല അനങ്ങുന്നുണ്ടെങ്കിൽ പോലും അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്, ഒരുപാട് ദുആ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് സമാധാനം ഉണ്ടാവും. അവിടെ നമുക്ക് ആ റഹ്മാനെ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ എല്ലാ ദിവസവും ഇതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എപ്പോഴാണോ, രാവിലെയാണോ വൈകിട്ടാണോ എപ്പോഴാണോ നമുക്കൊരു അതിനനുസരിച്ചിട്ടുള്ള ടൈം, ആ സമയത്തൊന്ന് എല്ലാ കാര്യങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഇരുന്നിട്ട് ആ റഹ്മാനെ റബ്ബിനെ ആലോചിക്കാനും അതേപോലെ തന്നെ ഹംദ് പറയാനുള്ള ആ ഒരു സ്പേസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടെടുക്കുക. ഇപ്പം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റിമെമ്പർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ലൈഫുണ്ട്. ഇത് കഴിഞ്ഞ് ദുനിയാവല്ല പെർമനൻ്റ് ആയിട്ടുള്ളത്, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈഫുണ്ട്. ആ ലൈഫിൽ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല. അവിടെ നമുക്കുള്ളത് നമ്മുടെ റഹീമായ റബ്ബ് മാത്രമാണ്. അത് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ആ റഹ്മാനും റഹീമായ റബ്ബിനെ കണ്ടെത്താൻ പറ്റട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാസ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.